മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ തീരുമാനം ഉണ്ടായില്ല എന്ന അറിയിപ്പാണ് വന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ 3 മണിക്കൂർ നേരമായി കേരളം. പക്ഷേ ആ തീരുമാനം വൈകുമെന്ന അറിയിപ്പാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടായത്. അപ്പോൾ ഇനി എപ്പോഴായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക എന്ന ഉദ്വേഗം ഏറുകയാണ്. വിശദമായ ആ വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഞാൻ അസ്ദ സഹീർ. ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും ചർച്ചകൾ. ഇന്ന് തീരുമാനമുണ്ടാക്കും. പ്രത്യേകിച്ച് നാളെ ഈ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കം തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് പോകുന്നത് കൊണ്ട് തന്നെ തീരുമാനം നീളാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇന്ന് തന്നെ അറിയിപ്പുണ്ടാകും എന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷേ സമയം ഒരുപാട് ഇനിയുമുണ്ട് എന്നുള്ള പ്രതികരണമാണ് ഇന്ന് 3 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ പുറത്തുവരുന്നത്. അതായത് സമവായമാകുന്നില്ല, 3 നേതാക്കളും അനുനയത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലാകുന്ന സൂചന. അപ്പോൾ കാത്തിരിപ്പ് നീളും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നറിയാൻ. Late celebration, a bit of a surprise, and there is a review designed. So let's have a look at this one. TV about you, director. Review for leg before. Start from the front foot, please. Yes, that's a process. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയിൽ സമവായമായില്ല. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ 3 മണിക്കൂറിലേറെ യോഗം ചേർന്നെങ്കിലും ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. 3 നേതാക്കളും അവകാശവാദത്തിൽ ഉറച്ചുനിന്നതോടെ അന്തിമ തീരുമാനം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും വിട്ടു. ചർച്ചയ്ക്ക് ശേഷം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കൊപ്പം നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടു. മുഖ്യമന്ത്രി പ്രഖ്യാപനം എന്നുണ്ടാകുമെന്ന് ദീപാദാസ് മുൻഷി വ്യക്തമാക്കിയില്ല. Very soon, I think in due time, we will get a final decision by our High Command, and we are waiting for that. Today itself? Not today or tomorrow? In due time. Because today How much time it will take? Due means? Due time is 23rd is the last day. So due time means due course of action should be taken on due time. No final decision has to be taken by the High Command. That is what one line resolution all the MLAs have signed. And Madam, what is the restraint point in taking a decision, final decision? that we can't say. This is the final decision of our High Command. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കാലതാമസമില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ചർച്ചയിൽ ഈ നാട്ടിലേക്ക് പോവാണോ? നാട്ടിലേക്ക് പോവാം. നല്ല ശുഭപ്രതീക്ഷയിലാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. പേരിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. അങ്ങനെയാണോ അറിയിച്ചത്? എല്ലാവരും അതിന് സമ്മതം കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ത് വന്നാലും അംഗീകരിക്കുക എന്നുള്ളതിലാണ് പിരിഞ്ഞത്. എല്ലാവരും അഗ്രിയും. എല്ലാവരും അതെ എല്ലാവരും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ തർക്കങ്ങളും ഹൈക്കമാൻഡിൽ വിട്ടു. അവരുടെ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. ഇനിയൊരു ചർച്ചയുണ്ടോ? ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ല. We had a detailed discussion with the Congress President as well as Rahul Ji. That is why it took time. ശാന്തമായി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന്റെ മാനദണ്ഡം നല്ല സൂചനയാണ്. നല്ല സൂചനയാണ്. It is up to the High Command to announce as to who will be the CM. യെസ്, എല്ലാ നേതാക്കളും ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.